കഴിഞ്ഞ ദിവസം ഒരു സിനിമാ നടിയുടെ ഒരു കമൻറ്റാണ് ഈ ഒരു വീഡിയോ ചെയ്യാനായിട്ട് എനിക്ക് ഒരു പ്രേരണ തന്നത്. ഒരിക്കലും ഒരു സ്ത്രീ വിവാഹം കഴിക്കരുതെന്നാണ് പിന്നെ നടി പറഞ്ഞത്. അപ്പോൾ അതിൻ്റെ ശരിയും തെറ്റുകളും എന്താണ്, അതിനെക്കുറിച്ചാണ് ഇന്നത്തെ ഈ വീഡിയോ സംസാരിക്കുന്നത്. പുതിയ തലമുറയ്ക്ക് വിവാഹത്തോട് വലിയ ഒരു പേടിയോ അല്ലെങ്കിൽ ഒരു ആത്മവിശ്വാസം ഇല്ലായ്മയോ ഒക്കെ ഉണ്ട്. പലരും വിവാഹത്തിന് ശേഷം ഉണ്ടാകുന്ന പ്രശ്നങ്ങളെയൊക്കെ മുൻനിർത്തിക്കൊണ്ട് വിവാഹം കഴിക്കുന്നതൊക്കെ വലിയ അപകടമാണെന്നൊക്കെ ഒരുപാട് പേര് അഭിപ്രായപ്പെടുന്നുണ്ട്. പ്രധാനമായിട്ടും ഇതിനകത്ത് ഒരു പ്രശ്നം, വിവാഹം എന്ന് പറയുന്നത് രണ്ട് മനുഷ്യർ തമ്മിൽ ഒരുമിച്ച് പ്രവർത്തിക്കേണ്ട ഒരു മേഖലയായതുകൊണ്ട് തന്നെ അതൊരു റെസ്പോൺസിബിൾ ലിവിങ്ങുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു കാര്യമാണ്. ഒരു വിവാഹത്തിലേക്ക് രണ്ട് പേര് കടന്നു വരുമ്പോൾ അവരുടെ ശാരീരികമായ ആരോഗ്യവും മാനസിക ആരോഗ്യവും അതുപോലെ തന്നെ വൈകാരിക ആരോഗ്യവും ഒക്കെ മെച്ചപ്പെട്ടതായിരിക്കണം. അതുപോലെ തന്നെ വളരെ ഉത്തരവാദിത്വം ഏറ്റെടുക്കാൻ തയ്യാറാണെങ്കിൽ മാത്രമേ ഒരു വിവാഹത്തിന് സാധ്യതയുള്ളൂ. കാരണം വിവാഹമല്ല ഇവിടുത്തെ പ്രശ്നം, അതിൽ വരുന്ന മനുഷ്യരാണ് ഇവിടുത്തെ പ്രശ്നം. അപ്പോൾ ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്, നമ്മളൊരു വിവാഹത്തിലേക്ക് വരുമ്പോൾ പിന്നെ ആ ഇൻഡിവിജ്വലായിട്ടുള്ള ഒരു ലൈഫ് സ്റ്റൈൽ തന്നെ മാറേണ്ടതുണ്ട്. വി ഹാവ് ടു ചൂസ് ലൈഫ്. അപ്പോൾ ജീവിതത്തിന് പ്രാധാന്യം കൊടുക്കുക. ഇൻഡിവിജ്വൽ ആയിരുന്നപ്പോൾ നമ്മൾ പഠിത്തത്തിനും കരിയറിനും ഒക്കെ വലിയ ഇമ്പോർട്ടൻസ് കൊടുക്കുകയും നമ്മളുടെ സ്വന്തം ഇഷ്ടങ്ങൾക്ക് ഭയങ്കരമായിട്ട് ഇമ്പോർട്ടൻസ് കൊടുക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു ജീവിതമായിരുന്നെങ്കിൽ, ഒരു വിവാഹം കഴിച്ച് കഴിയുമ്പോൾ ആ സ്വന്തം ഇഷ്ടമെന്നുള്ളത് ഒരു കളക്റ്റീവ് റെസ്പോൺസിബിലിറ്റി ആയിട്ടും ഒരു കളക്റ്റീവ് ഗോൾസായിട്ടും ഒക്കെ രൂപാന്തരപ്പെടണം. ജീവിതം എന്ന് പറയുന്ന പ്രക്രിയയ്ക്ക് കൂടുതൽ പ്രാധാന്യം കൊടുക്കേണ്ടതായിട്ട് വരും. അപ്പോൾ ആ ലൈഫിനെ ചൂസ് ചെയ്യുക എന്ന് പറയുന്ന ഒരു വലിയ കാര്യം അവിടെ ഒന്നാമതായിട്ട് നടക്കണം. രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ബേസിക്കലി നമ്മൾ മറ്റുള്ളവരെ റെസ്പെക്റ്റ് ചെയ്യുന്നവരാണ്. റെസ്പെക്റ്റ് ചെയ്യുന്ന ആൾക്കാർക്ക് വിവാഹ ജീവിതം വളരെ സന്തോഷകരമായിട്ട് കൊണ്ടുപോകാൻ പറ്റും. നമ്മളെയാണോ കൂടുതൽ നമ്മളിലേക്കൊരു സെൽഫ് സെൻറ്റേർഡ്നെസ് കൂടുതലാണെങ്കിൽ വിവാഹ ജീവിതത്തിൽ പരാജയപ്പെടാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ്. നേരെ മറിച്ച് നമ്മളെല്ലാവരെയും റെസ്പെക്റ്റ് ചെയ്യും, എല്ലാ കാര്യങ്ങളെയും റെസ്പെക്റ്റ് ചെയ്യുന്ന ഒരാളാണ്. ആ റെസ്പെക്റ്റ് എന്ന് പറയുന്ന ഒരു സാക്രിഫൈസോ ഒരു സറണ്ടറോ ഒന്നുമല്ല. റെസ്പെക്റ്റ് എന്ന് പറയുന്നത് ഒരു ഡിഗ്നിറ്റിയാണ്, അതൊരു കൾച്ചറാണ്. അപ്പോൾ നമുക്ക് നമ്മുടെ കൂടെയുള്ള ആളിനെ, അത് സ്ത്രീ ആയിക്കോട്ടെ പുരുഷനായിക്കോട്ടെ അല്ലെങ്കിൽ കുടുംബങ്ങളെ ആയിക്കോട്ടെ അയൽക്കാരെ ആയിക്കോട്ടെ, നമ്മൾ റെസ്പെക്റ്റ് ചെയ്യുന്ന ഒരാളാണെങ്കിൽ നമുക്ക് വിവാഹ ജീവിതത്തിൽ കാര്യങ്ങൾ കൊണ്ടുപോകാൻ വളരെ എളുപ്പമായിരിക്കും. രണ്ടാമതായിട്ട് ഒരു ഒബ്സേർവ് ചെയ്യുന്ന ഒരു ക്വാളിറ്റി നമുക്കുണ്ടായിരിക്കണം. പലരും കാര്യങ്ങൾ കാണുന്നേ ഉള്ളൂ, ഒബ്സേർവ് ചെയ്യുന്നില്ല. നമ്മൾ നമ്മുടെ കൂടെയുള്ള ആൾക്കാരെ അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിലെ കാര്യങ്ങളൊക്കെ കൂടുതൽ ഒബ്സേർവ് ചെയ്താലേ നമുക്കതിൽ നിന്ന് പഠിക്കാൻ പറ്റുള്ളൂ. അതുപോലെ തന്നെ ലിസൺ ചെയ്യണം, വെറുതെ കേട്ടാൽ പോരാ. ഞാൻ കഴിഞ്ഞ ദിവസം ഒരു ഹസ്ബൻഡ് വൈഫിനോട് സംസാരിക്കുകയായിരുന്നു. ആ വൈഫ് പറഞ്ഞത്, ഞാൻ എന്ത് പറഞ്ഞാലും ഹസ്ബൻഡ് അത് കേൾക്കുന്നുണ്ടാവില്ല. ഇങ്ങനെ ഓക്കേ എന്ന് പറയും, പക്ഷേ കുറച്ച് കഴിയുമ്പോൾ നോക്കുമ്പം പുള്ളി അത് കേട്ടിട്ട് പോലുമില്ല. അത് വലിയൊരു പ്രശ്നമാണ്. ഒരാൾ നമ്മളോട് സംസാരിക്കുമ്പോൾ നമ്മൾ ലിസൺ ചെയ്യുക എന്ന് പറയുന്ന ഒരു വലിയ ക്വാളിറ്റിയാണ്. അപ്പോൾ ലിസൺ ചെയ്യണമെങ്കിൽ നമ്മുടെ ഒരു ഹൃദയം അവിടോട്ട് കൊടുത്താലേ ലിസൺ ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ വെറുതെ കേൾക്കുന്നതും ലിസൺ ചെയ്യുന്നതും രണ്ടാണ്. വെറുതെ അറിയുന്നതും മനസ്സിലാക്കുന്നതും രണ്ടാണ്. ചിലർക്ക് കാര്യങ്ങളൊക്കെ അറിയാം, വൈഫിന് ഇന്നതൊക്കെ വേണം അല്ലെങ്കിൽ ഹസ്ബൻഡിന് ഇന്നതൊക്കെ വേണം. അല്ല, കുറേ കൂടെ ആഴത്തിൽ മനസ്സിലാക്കാൻ എന്തുകൊണ്ടാണ് അതങ്ങനെ വേണ്ടത്, കുറച്ചുകൂടെ ആഴത്തിൽ ഒരാളുടെ ആവശ്യങ്ങളെ മനസ്സിലാക്കാൻ, അവരുടെ വികാരങ്ങളെ മനസ്സിലാക്കാൻ, അവരുടെ ആരോഗ്യത്തെ മനസ്സിലാക്കാൻ, അവരുടെ ഒരു മൂഡിനെ മനസ്സിലാക്കാൻ ഒക്കെ കഴിഞ്ഞാൽ രണ്ട് പേര് തമ്മിലുള്ള ജീവിതം കുറേ കൂടെ രസകരമാവും. കാരണം ഒരാൾ ഒറ്റയ്ക്ക് ഇങ്ങനെ കുറേ കഴിച്ചും ഒക്കെ ഇങ്ങനെ ജീവിക്കുന്നതിനേക്കാളും അപ്പുറമാണ് രണ്ട് പേര് തമ്മിലുള്ള ഒരു ഡൈനാമിക്സ് എന്ന് പറയുന്നത്. തീർച്ചയായിട്ടും അതിലേക്ക് കുഞ്ഞുങ്ങളൊക്കെ വരുന്നു, കുടുംബങ്ങളൊക്കെ വരുന്നു. വിവാഹം എന്തിനാണ് ഇത്ര കഷ്ടപ്പെട്ട് കഴിക്കുന്നതെന്ന് ചോദിച്ചാൽ, വിവാഹം കഴിച്ച് കഴിയുമ്പോൾ നമുക്ക് കുറച്ചുകൂടെ ഒരു അക്സെപ്റ്റൻസ് ഒക്കെ സമൂഹത്തിൽ കിട്ടുന്നു. നമ്മൾ കുറച്ചുകൂടെ ഒരു അടുത്ത തലമുറയ്ക്ക് രൂപം കൊടുക്കുന്നു. അതിലൂടെ നമുക്ക് വീണ്ടും ബന്ധങ്ങളും കണക്ടിവിറ്റിയും കൂടുന്നു. നമ്മുടെ ലോകത്ത് കൂടുതലായിട്ട് നമ്മൾ മാനിഫെസ്റ്റ് ചെയ്യുന്നു. അവിടെ ഒരു ഗിവ് ആൻഡ് ടേക്ക് ഉണ്ട്. അവിടെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ അങ്ങോട്ട് കൊടുക്കുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഇങ്ങോട്ടും കിട്ടുന്നുണ്ട്. അതൊരു അനുഭവമാക്കി മാറ്റണമെങ്കിൽ തീർച്ചയായിട്ടും അതിൻ്റെ ആഴങ്ങളിലേക്ക് പോകാനുള്ള ഒരു ആഗ്രഹം നമുക്കുണ്ടാവണം. അതുപോലെ സ്നേഹമെന്ന് പറയുന്നത് ഇന്ന് വളരെ വിരളമാണ്. നമുക്ക് നമ്മളെ തന്നെ സ്നേഹമില്ല. കാരണം ഈ പൗലോ കൊയ്ലോ തന്നെ ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട്, നമ്മളെ തന്നെ സ്നേഹിച്ചാൽ, നമ്മളെ തന്നെ നമ്മൾ കൂടുതൽ സന്തോഷമുള്ളവരാക്കിയാൽ നമുക്ക് ചുറ്റുമുള്ളവരൊക്കെ സന്തോഷമുള്ളവരാകും. അപ്പോൾ നമ്മളെ തന്നെ നമ്മൾ സ്നേഹിക്കുന്നില്ല, നമുക്ക് തന്നെ ഒരു സെൽഫ് ലവ് ഇല്ല. അതുകൊണ്ട് തന്നെ നമ്മൾ മറ്റാരെയും സ്നേഹിക്കുന്നുമില്ല. നമുക്ക് ചുറ്റുമുള്ളവർ ആരും ആശ്വാസം
ഉള്ളവരാകുന്നില്ല. ഒരാൾ വീട്ടിലേക്കൊക്കെ വന്നു കഴിഞ്ഞാൽ അവരെ ഒന്ന് ആദരിക്കാനും അവരെ ഒന്ന് റെസ്പെക്റ്റ് ചെയ്യാനും സ്വീകരിക്കാനും ഒക്കെയുള്ളൊരു മനസ്സ്, അതൊക്കെ ഒരു സ്നേഹമാണ്. നമ്മൾ ആ ചുറ്റുപാടുമായിട്ട് കൂടുതൽ ഇടപഴകുമ്പോൾ നമുക്ക് കിട്ടുന്നൊരു സന്തോഷം, നമ്മൾ കൂടുതൽ ആൾക്കാരുമായിട്ട് മിങ്കിൾ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നൊരു സന്തോഷം, നമുക്കെങ്ങനെ മറ്റുള്ളവർക്ക് സന്തോഷം കൊടുക്കാം, അതിലൂടെ നമുക്കും എങ്ങനെ കൂടുതൽ സന്തോഷം വാങ്ങിക്കാം, ഇതൊക്കെ ഒരു സാംസ്കാരികമായ ഉന്നതമായ ഒരു തലമാണ്. ആ തലത്തിലേക്ക് പോകാനൊക്കെ മനുഷ്യൻ അപ്പോൾ വെറും കുറേ കുഴിമന്തി കഴിക്കുന്നതല്ല ജീവിതം. അതിനപ്പുറത്തേക്കൊക്കെ ജീവിതത്തിന് ഒരുപാട് തലങ്ങളുണ്ട്. അത് ആസ്വദിക്കാൻ കഴിയണമെങ്കിൽ നമ്മൾ ശാരീരികമായും മാനസികമായും വൈകാരികമായും ഒക്കെ ആരോഗ്യമുള്ളവരായിരിക്കണം. അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഈ മാനസിക വൈകാരിക ആരോഗ്യവുമായിട്ടൊക്കെ ഒരുപാട് ബന്ധപ്പെട്ടിട്ടുള്ളൊരു കാര്യമാണ്. അതുപോലെ നമ്മുടെ ഡിഗ്നിറ്റിയും നമുക്ക് ചുറ്റുമുള്ളവരുടെയും ഡിഗ്നിറ്റി സൂക്ഷിക്കുക. അപ്പോൾ നമ്മളൊരു ഭാര്യയോട് ഇടപെടുമ്പോൾ, ഭർത്താവിനോട് ഇടപെടുമ്പോൾ അവരുടെ ഡിഗ്നിറ്റി മെയിൻറ്റെയിൻ ചെയ്യാൻ, നമ്മുടെ തന്നെ ഡിഗ്നിറ്റിയെ മെയിൻറ്റെയിൻ ചെയ്യാൻ നമുക്ക് ഒരു ക്വാളിറ്റി, ഇതൊക്കെ വിവാഹ ജീവിതത്തിൽ വളരെയധികം ആവശ്യമാണ്. നിരന്തരമായി വളരണം. കാരണം ഒരു മനുഷ്യൻ എത്ര കണ്ട് വളരുന്നുണ്ട്, എന്ത് വേണ്ടി ഒരു ഡെവലപ്മെൻറ്റൽ ആറ്റിറ്റ്യൂഡുണ്ട്. നമ്മൾ വിവാഹം കഴിച്ച് അങ്ങോട്ട് വന്ന ഉടനെ രണ്ടുപേരും കൂടെ ഭയങ്കരമായിട്ട് ബ്ലെൻഡ് ആവത്തൊന്നുമില്ല. അതൊരു വളർച്ചയാണ്, പരസ്പരം വളരുകയാണ്, രണ്ടുപേര് തമ്മിലുള്ള ആ കെമിസ്ട്രി വളർത്തുകയാണ്. അത് ജീവിതത്തെ ചൂസ് ചെയ്യുന്നവർക്കേ അത് സാധിക്കുകയുള്ളൂ. അപ്പോൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും അപ്പോൾ നമുക്ക് നല്ല സപ്ലിമെൻറ്റിങ്ങും കോംപ്ലിമെൻറ്റിങ്ങും ആകാൻ സാധിക്കുന്നു. പരസ്പരം കൂട്ടാവുന്നു, പരസ്പരം വലിയൊരു ഫ്രണ്ട്ഷിപ്പാവുന്നു, പരസ്പരം ഉപകാരമുള്ളവരാകുന്നു, പരസ്പരം സഹായികളായി മാറുന്നു. ഇതും നമുക്കൊരു അസുഖം വരുമ്പോൾ അവർ നമ്മളെ നോക്കുന്നു, തിരിച്ചും സംഭവിക്കുന്നു. ഇത്തരത്തിൽ അല്ലാതെ പുരുഷൻ ഇങ്ങനെ ചാരികസേര കിടക്കാനും ഭാര്യ അടുക്കളയിൽ ഉരുകിത്തീരാനും ഈ ക്ലാസിക്കൽ കാലമൊക്കെ കഴിഞ്ഞു. രണ്ടുപേരും ജോലിയുള്ളവരാണെങ്കിൽ രണ്ടുപേരും കൂടെ വന്ന് അടുക്കളയിൽ ഒരുമിച്ച് ജോലി ചെയ്യുകയും രണ്ടുപേരും കൂടെ അടുക്കളയിൽ നിന്ന് ഒരുമിച്ച് പുറത്തിറങ്ങി ഇരുന്ന് വർത്തമാനം പറയുകയും എന്തെങ്കിലുമൊക്കെ കളികളിലും തമാശകളിലും ഒക്കെ ഏർപ്പെടുകയും കുഞ്ഞുങ്ങൾ വരുമ്പോൾ അവർ ഈ സംസ്കാരമൊക്കെ കണ്ടു വളരുകയും ഒക്കെ ചെയ്യുന്ന ആരോഗ്യപരമായി ഇതൊരു ഗ്രോത്തുള്ള മനുഷ്യർക്ക് മാത്രമേ സാധിക്കുള്ളൂ. അല്ലാതെ പഴയ കാലത്ത് എൻ്റെ അമ്മ ഇങ്ങനെയായിരുന്നു, എൻ്റെ അച്ഛൻ ഇങ്ങനെയായിരുന്നു എന്ന് പറഞ്ഞിട്ട് പഴയ കൺവെൻഷണൽ രീതി ഇന്നും പുലർത്തുന്നെങ്കിൽ അതൊക്കെ രോഗാതുരമായ കാര്യങ്ങളാണ്. അതുപോലെ നമുക്ക് ഈ ഒരുപാട് പണമുണ്ടെങ്കിലേ ജീവിക്കാൻ പറ്റുമെന്നൊക്കെ ഉള്ളൊരു തോന്നൽ, നമുക്ക് സ്കെയിലിംഗ് അപ്പ് മാത്രമല്ല സ്കെയിൽ ഡൗൺ ചെയ്യാം. നമുക്ക് ഇച്ചിരൂടെ താഴത്തെ ലെവലിൽ പോലും സന്തോഷകരമായി ജീവിക്കാൻ പറ്റും, വളരെ സിമ്പിളായിട്ട് ജീവിക്കുക. കൂടുതൽ അടുപ്പവും കൂടുതൽ സ്നേഹവും കൂടുതൽ വൈകാരികതയും ഒക്കെ എൻജോയ് ചെയ്യണമെങ്കിൽ നമ്മൾ ഈ വലിയ പണത്തിന് വേണ്ടിയും അതുപോലെ തന്നെ ഈ മെറ്റീരിയൽ തിങ്സിന് വേണ്ടി കിടന്ന് ഓടിയാൽ പലപ്പോഴും സാധിക്കത്തില്ല. ചെറിയൊരു ജീവിതം, സിമ്പിൾ കാര്യങ്ങളൊക്കെ എൻജോയ് ചെയ്യുന്ന, കൊച്ചു കൊച്ചു കാര്യങ്ങളൊക്കെ എൻജോയ് ചെയ്യുന്ന, വലിയ കാര്യങ്ങൾ കിട്ടിയിട്ട് അല്ലെങ്കിൽ വലിയൊരു കാർ എടുത്തിട്ട് ജീവിക്കാം, ഇതൊന്നും അല്ല ജീവിതം എന്ന് പറയുന്നത്. നമുക്ക് ആ ചെറിയ കാര്യങ്ങളെ എൻജോയ് ചെയ്യാൻ പറ്റുമോ? ഒരു ഭക്ഷണമെങ്കിലും ഉണ്ടാക്കി അതിന് ചുറ്റും എല്ലാവർക്കും കൂടി ഇരുന്ന് സന്തോഷമായിട്ട് അത് കഴിക്കാൻ പറ്റുമോ? നമ്മുടെ കൂട്ടുകാരെയൊക്കെ വിളിച്ച് അവർക്ക് കൂടെ ഒരു എൻജോയ്മെൻറ്റ് കൊടുക്കാൻ പറ്റുമോ? കൊച്ചു കൊച്ചു കാര്യങ്ങളൊക്കെ വിശ്വസിക്കുകയും വളരെ സിമ്പിളായി ജീവിക്കാൻ കഴിയുകയും ഒക്കെ ചെയ്യുമ്പോൾ ഒരു പേഴ്സണൽ സിംപ്ലിസിറ്റി നല്ല ജീവിതത്തിന് വളരെ ആവശ്യമാണ്. ആൻഡ് ഫൈനലി നമ്മൾ താങ്ക്ഫുള്ളായിരിക്കുക എന്നുള്ളതാണ്. എനിക്ക് കിട്ടിയ ഭാര്യയെക്കുറിച്ച് വളരെ താങ്ക്ഫുള്ളായിട്ട് സംസാരിക്കുക, എനിക്ക് കിട്ടിയ ഭർത്താവിനെക്കുറിച്ച് താങ്ക്ഫുള്ളായിട്ട്, നമുക്ക് കിട്ടിയ കുഞ്ഞുങ്ങളെക്കുറിച്ച് അല്ലെങ്കിൽ നമുക്ക് കിട്ടിയ കുടുംബജീവിതത്തെക്കുറിച്ചൊക്കെ എപ്പോഴും താങ്ക്ഫുള്ളായിരിക്കുക. അത് തന്നെ ഒരു വലിയ സംസ്കാരമാണ്. വലിയൊരു ഹൃദയത്തിൽ നിന്ന് മാത്രമേ അത് സംഭവിക്കുകയുള്ളൂ. നമുക്ക് കുഴപ്പങ്ങളൊക്കെ കാണാം. ഇപ്പോൾ എൻ്റെ ഭാര്യയ്ക്ക് എടുത്തു പറയാനായിട്ട് ഒരുപാട് കുഴപ്പങ്ങൾ അല്ല, എന്തൊക്കെ നല്ല കാര്യങ്ങളാണ് അവരെൻ്റെ ജീവിതത്തിലേക്ക് വന്നപ്പോൾ അത് നമ്മൾ ഹൈലൈറ്റ് ചെയ്യാൻ, അങ്ങനെ പരസ്പരം ഹസ്ബൻഡും വൈഫൊക്കെ ഹൈലൈറ്റ് ചെയ്യുമ്പോൾ, പരസ്പരം സ്നേഹിക്കുമ്പോൾ, പരസ്പരം ആ ജീവിതത്തിൽ ഒരു തമ്മിലുള്ളൊരു കെമിസ്ട്രി വളർത്തിയെടുക്കുമ്പോൾ അത് വളരെ മനോഹരമായൊരു ജീവിതമായിട്ട് മാറും. അല്ലാതെ ഈ നമുക്ക് പേഴ്സണലായിട്ടുള്ള വ്യക്തിപരമായ വൈകല്യങ്ങൾ, എൻ്റെ വ്യക്തിപരമായ വൈകല്യങ്ങളുടെ പ്രതികൂലതയെല്ലാം എൻ്റെ പാർട്ട്ണർ സഹിക്കണം, അല്ലെ സഹിച്ച് ജീവിക്കണം, അഡ്ജസ്റ്റ് ചെയ്ത് ജീവിക്കണം എന്നൊക്കെ ആരെങ്കിലും ചിന്തിക്കുന്നെങ്കിൽ തന്നെ, അതുകൊണ്ടാണ് ഈ അടുത്തിടയിൽ ഒരു സിനിമാ നടി പറഞ്ഞത് ഒരിക്കലും ഒരു സ്ത്രീ വിവാഹം കഴിക്കരുത്. അവരുടെ അനുഭവങ്ങളിൽ നിന്നായിരിക്കും അവർ പറഞ്ഞത്. പക്ഷേ വിവാഹമല്ല ഇവിടുത്തെ പ്രശ്നം, വ്യക്തികളാണ് പ്രശ്നം. നല്ല മാനസികമായ ആരോഗ്യമുള്ള, നല്ല സംസ്കാരമുള്ള, നല്ല മൂല്യമുള്ള, നല്ല വൈകാരിക
ആരോഗ്യമുള്ളവർ വിവാഹം കഴിച്ചു കഴിഞ്ഞാൽ അത് വളരെ മനോഹരമായൊരു ജീവിതമാക്കാനായിട്ട് സാധിക്കും. ഇവിടെ പ്രശ്നം മനുഷ്യനാണ്. അതിന് ക്വാളിറ്റി ഇല്ലാത്ത മനുഷ്യർ അതിലേക്ക് വരാതിരിക്കുക, അതിന് ശ്രമിക്കാതിരിക്കുക. പലരും പറയാറുണ്ട് ഇവന് കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ എല്ലാം ശരിയാകും. കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ ഒരു വീട്ടിലുള്ള പ്രശ്നം രണ്ട് വീട്ടിലുണ്ടാകുക എന്നുള്ളതല്ലാതെ ഒരു ഗുണവുമില്ല. മാനസിക പ്രശ്നങ്ങളുള്ളവരെ പിടിച്ച് കല്യാണം കഴിപ്പിക്കരുത്, വൈകാരിക പ്രശ്നങ്ങളുള്ളവരെ പിടിച്ച് കല്യാണം കഴിപ്പിക്കരുത്. അപ്പം അത് ആദ്യം പരിഹരിച്ചിട്ട് പരസ്പരം ആരും ആർക്കു വേണ്ടി ഇനി സഹിക്കുമെന്ന് കരുതി ആരും ഇരിക്കരുത്. ആരും ആർക്കു വേണ്ടി അഡ്ജസ്റ്റ് ചെയ്യാൻ, മക്കളെ മോളങ്ങ് അഡ്ജസ്റ്റ് ചെയ്തു, ഒരു മോളും അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കേണ്ട കാര്യമില്ല. കാരണം നല്ല പരസ്പരം ഇറ്റ് ഈസ് എ മ്യൂച്വൽ റെസ്പോൺസിബിൾ ലിവിങ്. അതുകൊണ്ട് മാത്രമേ വിവാഹങ്ങൾ നിലനിൽക്കുകയുള്ളൂ. വെറുതെ അഡ്ജസ്റ്റ് ചെയ്യിക്കാനും ഒക്കെ ആയിട്ട് നമ്മൾ വിവാഹങ്ങളെ സൃഷ്ടിക്കേണ്ട യാതൊരു കാര്യങ്ങളുമില്ല. അങ്ങനെ ആർക്കെങ്കിലും വിവാഹം ഒരു മരീചികയായിട്ട് തോന്നുന്നെങ്കിൽ അവരതിൽ നിന്ന് പുറത്തിറങ്ങി പോകുന്നതിനെ ഒരിക്കലും കുറ്റം പറയാൻ സാധിക്കില്ല. കാരണം ജീവിതകാലം മുഴുവൻ നരയിക്കാൻ ആർക്കാണ് ആഗ്രഹം? അതുകൊണ്ട് അത്തരത്തിലുള്ള അനുഭവത്തിലേക്ക് ആരും പോകാതിരിക്കുക. എല്ലാവരും അതിൻ്റെ ഉത്തരവാദിത്വം ഏറ്റെടുക്കുക. പിന്നെ പേരൻസിനൊക്കെ അവരുടേതായ റോളുണ്ട്, ബന്ധുക്കൾക്കൊക്കെ അവരുടേതായ റോളുണ്ട്. പിന്നെ കൗൺസിലിങ്ങും ഗൈഡൻസും പിന്നെ സൈക്കോളജിയും സൈക്യാട്രിയും ഒക്കെ ഈ രംഗത്ത് ഒരുപാട് മുന്നേറിയിട്ടുണ്ട്. ഏത് പ്രശ്നത്തെയും പരിഹരിക്കാനും സഹായിക്കാനും കഴിയുന്നവരാണ് അവരൊക്കെ. അതൊക്കെ ഉപയോഗപ്പെടുത്തുക, അതിനകത്തൊന്നും ഒരു തെറ്റുമില്ല. കാരണം ഒരു മൂന്നാമതൊരാളുടെ മുമ്പിൽ നമ്മളെ ഓപ്പൺ അപ്പ് ചെയ്യുമ്പോൾ അവർക്ക് കറക്റ്റായിട്ട് അതിനെ റിപ്പയർ ചെയ്ത് തരാനൊക്കെ പറ്റും. അത്തരം കാര്യങ്ങളെയൊക്കെ നന്നായി ഉപയോഗപ്പെടുത്തുക. വിദേശ രാജ്യങ്ങളിലൊക്കെ ഇന്ന് ഈ ഒരു മനുഷ്യന് എന്തെങ്കിലും ഒരു പ്രയാസം ഉണ്ടാകുമ്പോൾ അവരൊരു കൗൺസിലറിൻ്റെ അടുത്തേക്ക് പോകുന്നതും ആ കൗൺസിലറിനെ എല്ലാവർക്കും പരിചയപ്പെടുത്തി കൊടുക്കുന്നതുമൊക്കെ അവിടുത്തെ ഒരു സംസ്കാരമാണ്. ഇവിടെ അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ രൂപപ്പെട്ടു വരട്ടെ. എല്ലാവർക്കും നല്ല സന്തോഷകരമായ ജീവിതം ആശംസിക്കുന്നു. താങ്ക് യു സോ മച്ച്.